യാക്കോബ് അപ്പോസ്തലൻ, വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ, വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ, വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ, വിശുദ്ധ യാക്കോബ് അപ്പോസ്തലന്റെയും വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ. പരിശുദ്ധാത്മാവേ നീടും നല്ലി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ആത്മാവേ നീടും നല്ലി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപനേ. ആശ്രയിക്കുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീഴും നല്ലി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പിന്തുണങ്ങി വരണ്ട മാനസം കണ്ടവിന്നി തടാകമേ. പിന്തുണങ്ങി വരണ്ട മാനസം കണ്ടവിന്നി തടാകമേ. മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നീളം തെന്നലേ. സാക്ഷികൾ വാഞ്ഞു പുൽകിയ പുണ്യജീവിത പാദമേ. പരിശുദ്ധാത്മാ
നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനന്തമായ പരിപാലനയെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. അനന്ത നന്മ സ്വരൂപനായ ദൈവമേ, അങ്ങേ കൃപാവരത്താൽ സർവസൃഷ്ടികളെയും അങ്ങ് ധന്യമാകുന്നുവല്ലോ. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, പ്രകീർത്തിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ സൃഷ്ടികളായ ഞങ്ങളുടെ പരമമായ ലക്ഷ്യം അങ്ങേ മഹത്വപ്പെടുത്തുന്നതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങേ സ്നേഹം അറിയുവാനും അനുഭവിക്കാനും ജീവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. അങ്ങ് വിശുദ്ധ യാക്കോബിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് നൽകുന്ന ദാനങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ യാക്കോബിന്റെ ജീവിത മാതൃകയിൽ ജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശുവിന്റെ പ്രധാന ജീവിത സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ വിശുദ്ധ യാക്കോബിനെ അനുഗ്രഹിച്ചുവല്ലോ. ജീവിത സമൃദ്ധിയിൽ വിശുദ്ധ യാക്കോബ് എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുകരിച്ചതുപോലെ ഞങ്ങളും സമൃദ്ധിയുടെ നടുവിലും യേശുവിനെ അനുകരിക്കുവാൻ കൃപയേകണമേ. രൂപാന്തരീകരണത്തിന്റെ യുഗത്തിലും പീഡകളുടെ താഴ്ന്നകളിലൂടെ നടക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയേകണമേ. രോഗങ്ങളും ദുഃഖങ്ങളും വേദനകളും പൈശാചിക തിന്മകളും ഞങ്ങളെ വലയം ചെയ്യുമ്പോൾ ആഴമായ വിശ്വാസത്തോടെ അങ്ങയെ വിളിച്ചപേക്ഷിക്കുവാൻ ശക്തി നൽകുകയും ഞങ്ങളെ കരുണാപൂർവ്വം കാത്തുകൊള്ളുകയും ചെയ്യണമേ. യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി അനുദിനവും സ്നേഹത്തിന്റെ ആസയിൽ നിന്ന് ആവോളം പാനം ചെയ്ത് ഞങ്ങളെ പരിപാലിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സമൃദ്ധമായ ജീവൻ പകരാൻ കനിയണമേ. അങ്ങനെ വിശുദ്ധ യാക്കോബിനെ അനുകരിച്ച് ദൈവസ്നേഹത്തിലും വിശ്വസ്തതയിലും വിശ്വാസസ്ഥിരതയിലും സന്മാർഗനിഷ്ഠയിലും പരിത്യാഗ മനസ്സുതയിലും നീതിബോധത്തിലും വളരുവാൻ കനിയണമേ. വിശ്വാസം ജീവിക്കുവാനുള്ള കൃപാവരത്തിനായി പ്രാർത്ഥിക്കാം. വിശ്വാസ സംരക്ഷണത്തിനായി ധീരമായി പോരാടിയ വിശുദ്ധ യാക്കോബേ, ജ്ഞാനസ്നാനത്തിൽ നിന്ന് നടത്തപ്പെട്ട വിശ്വാസ ജീവിതവും ജീവിത പരിശുദ്ധിയും നഷ്ടപ്പെടാതിരിക്കുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ക്രിസ്തീയ ജീവിതത്തിന് മങ്ങലേൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ കരുണയോടെ കടാക്ഷിക്കണമേ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസമനുസരിച്ച് ജീവിക്കുവാനും സത്പ്രവർത്തനങ്ങളിലൂടെ വിശ്വാസം പ്രകടമാക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർന്ന് ഒരേ ഹൃദയവും ഒരേ ആത്മാവും ഉള്ളവരായി തീരുവാൻ കഴിയണമേ. ദരിദ്രരോട് പ്രത്യേക സ്നേഹവും കാരുണ്യവും പുലർത്തി ഇന്നത്തെ ലോകത്തിന് മാതൃകയും പ്രചോദനവുമായി തീരുവാൻ കൃപാകടാക്ഷിക്കണമേ. കളങ്കമേകാതെ ഞങ്ങളെ തന്നെ സംരക്ഷിച്ച് നന്മ ചെയ്ത് വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവപിതാവായ സ്നേഹപിതാവായ ദൈവമേ, മലമേലുയർത്തിയ വിശ്വാസ ദീപമായ തിരുസഭയെ അങ്ങ് എപ്പോഴും പടുത്തുയർത്തുവാൻ ലയോ മാർപ്പാപ്പായെയും ഞങ്ങളുടെ മെത്രാന്മാരെയും മെത്രാപ്പൊലിത്തെയും മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അങ്ങയുടെ പ്രിയ ജനത്തെയും അനുഗ്രഹിക്കണമെന്ന് വിശുദ്ധ യാക്കോബിനോടൊപ്പം കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമൃദ്ധിയുടെ നടുവിലും സർവവും പരിത്യജിച്ച വിശുദ്ധ യാക്കോബിനെ പോലെ യേശുവിനെ അനുകരിക്കുവാൻ ഞങ്ങൾക്കും യുവജനങ്ങൾക്ക് പ്രത്യേകിച്ച് കൃപയേകണമെന്ന് വിശുദ്ധ യാക്കോബിനോടൊപ്പം കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാറ്റിലും കോളിലും ജീവിത വള്ളം ഇളകാതെ മുന്നോട്ട് നയിക്കുവാൻ അമരത്തുറങ്ങുന്ന യേശുവിനെ കുലുക്കി വിളിച്ച് കുടുംബജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും ആഴപ്പെടുവാൻ കഴിയണമെന്ന് വിശുദ്ധ യാക്കോബിനോടൊപ്പം കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ, മ്ലേച്ഛമായ ചിത്രങ്ങൾ, മാറാരോഗങ്ങൾ, പകർച്ചവ്യാധികൾ എന്നിവയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് വിശുദ്ധ യാക്കോബിനോടൊപ്പം കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ സ്നേഹത്തിലും സമർപ്പണത്തിലും ആഴപ്പെടുവാനും മക്കൾ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വിവേകത്തിലും വിനയത്തിലും വളർന്നു വരുവാനും കൃപയേകണമെന്ന് വിശുദ്ധ യാക്കോബിനോടൊപ്പം കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ സ്നേഹത്തിന് സാക്ഷ്യം വഹിച്ച് അങ്ങേ നിത്യഭവനത്തിലേക്ക് യാത്രയായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിത്യശാന്തി അരുളണമെന്ന് വിശുദ്ധ യാക്കോബിനോടൊപ്പം കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി മൗനമായി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം.
ബെത്തനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനാം പിതാവായ ദൈവമേ, ദൈവരക്ഷകനായ പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാ അപ്പോസ്തലനായ വിശുദ്ധ യാക്കോബേ, പ്രഥമ അപ്പോസ്തല രക്തസാക്ഷിയായ വിശുദ്ധ യാക്കോബേ, വിശ്വാസ സംരക്ഷകനായ വിശുദ്ധ യാക്കോബേ, ദൈവസ്നേഹപൂരിതനായ വിശുദ്ധ യാക്കോബേ, പരിശുദ്ധാത്മാവ് തീക്ഷ്ണതയാൽ നിറഞ്ഞ വിശുദ്ധ യാക്കോബേ, ദൈവഭയവും അനുസരണവുമുള്ള വിശുദ്ധ യാക്കോബേ, യേശുവിന്റെ സന്തത സഹചാരിയായിരുന്ന വിശുദ്ധ യാക്കോബേ, ഗലീലിയ തടാകത്ത് വിളി സ്വീകരിച്ച വിശുദ്ധ യാക്കോബേ, ജൈറോസിന്റെ മകളെ ഉയർപ്പിച്ചപ്പോൾ ഈശോയോടൊപ്പം ഉണ്ടായിരുന്ന വിശുദ്ധ യാക്കോബേ, സബദീപുത്രനായ വിശുദ്ധ യാക്കോബേ, രൂപാന്തരീകരണത്തിന് സാക്ഷ്യം വഹിച്ച വിശുദ്ധ യാക്കോബേ, ഇടിമുഴക്കത്തിന്റെ പുത്രനായ വിശുദ്ധ യാക്കോബേ, അന്ത്യത്താഴവേളയിൽ യേശുവിന്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച വിശുദ്ധ യാക്കോബേ, യോദ്ധാവായ ദർശനം നൽകിയ വിശുദ്ധ യാക്കോബേ, മതപീഡരെ ഉന്മൂലനം ചെയ്ത വിശുദ്ധ യാക്കോബേ, സ്പെയിനിൽ നിന്ന് വിശ്വാസദീപം തെളിച്ച വിശുദ്ധ യാക്കോബേ, കമ്പോസ്റ്റലയിൽ ഇന്നും വാഴുന്ന വിശുദ്ധ യാക്കോബേ, ഞങ്ങളുടെ ആശ്രയവും സങ്കേതവുമായ വിശുദ്ധ യാക്കോബേ, ഞങ്ങളുടെ പ്രതിസന്ധിയിൽ ശരണമായ വിശുദ്ധ യാക്കോബേ, പൈശാചിക ശക്തികളെ ബന്ധിച്ച വിശുദ്ധ യാക്കോബേ, ഞങ്ങളുടെ മാനസിക വേദനകളിൽ അഭയമായ വിശുദ്ധ യാക്കോബേ, ഞങ്ങളുടെ ദാരിദ്ര്യത്തിലും ക്ലേശത്തിലും കരുണയോടെ നോക്കുന്ന വിശുദ്ധ യാക്കോബേ, ഞങ്ങളുടെ ഞെരുക്കങ്ങളിലും വേദനകളിലും കടാക്ഷിക്കുന്ന വിശുദ്ധ യാക്കോബേ, ഞങ്ങളുടെ ശക്തി കേന്ദ്രമായ വിശുദ്ധ യാക്കോബേ, തീർത്ഥാടകരുടെ മധ്യസ്ഥനായ വിശുദ്ധ യാക്കോബേ, മനോരോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന വിശുദ്ധ യാക്കോബേ, സമാധാന സംസ്ഥാപകനായ വിശുദ്ധ യാക്കോബേ, ലോകപാപങ്ങൾ നീക്കും ദൈവത്തിന്റെ കുഞ്ഞാടെ, ലോകപാപങ്ങൾ നീക്കും ദൈവത്തിന്റെ കുഞ്ഞാടെ, ലോകപാപങ്ങൾ നീക്കും ദൈവത്തിന്റെ കുഞ്ഞാടെ, പുത്രൻ യാക്കോബേ, യേശുവിൻ പാർശ്വത്തിൽ ചേർന്നിരിക്കാൻ നിർഭയം മൃത്യുവേ പുൽകി. ചേർന്നു യേശുവോടു നീ ചേർന്നു നടന്നു. വിശ്വാസദീപം മങ്ങാതുയർത്തി
യേശുവിൻ പാർശ്വത്തിൽ ചേർന്നിരിക്കാൻ നിർഭയം മൃത്യുവേ പുൽകി. വേളയിൽ ആപത്ത് നേരത്ത് നിന്നെ വിളിച്ചോരെ കൈവിട്ടതില്ല. ആകുലവേളയിൽ ആപത്തു നേരത്ത് നിന്നെ വിളിച്ചോരെ കൈവിട്ടതില്ല. സാത്താന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷിച്ചു യേശുവിൻ ചേർത്തിടണേ. സാത്താന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷിച്ച് യേശുവെ ചേർത്തിടണേ. പരമോന്നതനാം ദൈവത്തിൻ ദാസൻ സൃവതീപുത്രൻ യാക്കോബേ, യേശുവിൻ പാർശ്വത്തിൽ ചേർന്നിരിക്കാൻ നിർഭയം മൃത്യുവേ പുൽകി. പരമോന്നതനാം ദൈവത്തിൻ ദാസൻ സൃവതീപുത്രൻ യാക്കോബേ, യേശുവിൻ പാർശ്വത്തിൽ ചേർന്നിരിക്കാൻ നിർഭയം മൃത്യുവേ പുൽകി. രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി അങ്ങയിൽ പുലരുകയും ചെയ്യട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, രോഗശാന്തി ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഉദയമാണല്ലോ. ഞങ്ങളുടെ സമൂഹത്തിലെ എല്ലാ രോഗികളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നാഥ, മനസ്സലിഞ്ഞ് തൃക്കരം നീട്ടി അവരെ ആശ്വസിപ്പിക്കണമേ, സാന്ത്വനപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. രോഗി പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. രോഗികളിൽ അങ്ങേ പ്രിയപുത്രന്റെ പീഡകളുടെ മുഖം ദർശിച്ച് അവരെ ശുശ്രൂഷിക്കുവാൻ വരം നൽകണമേ. രോഗശാന്തി ലഭിച്ചവർ ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷികളാകുവാനും വരം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. നമുക്ക് കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതുമായ പ്രാർത്ഥന പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. സമാപന പ്രാർത്ഥന. സബദീപുത്രനായ വിശുദ്ധ യാക്കോബേ, തിരുഗുരുവിന്റെ സത്യപ്രബോധനത്തിന് ഹെറോദേസ് അഗ്രിപ്പായുടെ കരവാളിന് മുമ്പിലും പതറാതെ സാക്ഷ്യം വഹിച്ചുവല്ലോ. ബലഹീനരായ ഞങ്ങളും വിശ്വാസ സത്യങ്ങൾക്ക് സാക്ഷികളാകുവാൻ അങ്ങയുടെ മാതൃകയും പ്രചോദനവും ഞങ്ങൾക്ക് ശക്തി പകരണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ശ്ലൈഹിക അടിസ്ഥാനത്തിൽ വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ പുണ്യഫലങ്ങളാൽ സംപ്രീതനായി ദൈവം നിങ്ങളെ കനിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ യാക്കോബിന്റെ സുഹൃത മാതൃക വഴി അനുഗ്രഹീതരായ നിങ്ങൾ ഈ വിശുദ്ധന്റെ സഹായത്താൽ ലോക സമക്ഷം സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് സഹിക്കുവാനിടയാകട്ടെ. അപ്പോസ്തലന്റെ പ്രബോധനം വഴി വിശ്വാസ സാക്ഷ്യം സ്വീകരിച്ച നിങ്ങൾക്ക് അവിടുത്തെ മധ്യസ്ഥതയിൽ പിതൃരാജ്യമായ സ്വർഗം നിത്യാവകാശമായി ലഭിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നടഞ്ഞ് എന്നെന്നും നിലനിൽക്കുമാറാകട്ടെ. ഇന്ന് നാം അത്യധികം സന്തോഷത്തോടെയും നന്ദിയോടെയും വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്നതിനായി
ഈ ബലിപീഠത്തിന് മുന്നിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ദൈവം നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹ ദിനത്തിൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളും സഭയുടെ ആദ്യത്തെ രക്തസാക്ഷികളിൽ പ്രമുഖനുമായ വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ വിശ്വാസഭക്തിയോടും ആത്മീയ ആനന്ദത്തോടും കൂടി സാഘോഷം കൊണ്ടാടുകയാണ്. എന്നെ അനുഗമിക്കുവിൻ എന്ന ക്രിസ്തുവിൻ്റെ വിളിക്ക് യാതൊരു മടിയും കൂടാതെ പ്രത്യുത്തരം നൽകിയ വിശുദ്ധ യാക്കോബ് ശ്ലീഹ തൻ്റെ ജീവിതം മുഴുവൻ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുകയും ഒടുവിൽ തൻ്റെ രക്തം ചൊരിഞ്ഞ് ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത പൂർത്തിയാക്കുകയും ചെയ്തു. വിശുദ്ധിൻ്റെ ഈ വിശ്വാസവും സമർപ്പണവും ധൈര്യവും ഇന്ന് സഭയ്ക്ക് പ്രചോദനമാണ്. ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി സ്നേഹത്തിലും സേവനത്തിലും വിശ്വാസത്തിലും വളരുവാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. യേശു തൻ്റെ ആദ്യ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ ഗലീലി തീരത്ത് വല നന്നാക്കിക്കൊണ്ടിരുന്ന സെബദിയുടെ മക്കളായ യാക്കോബിനെയും സഹോദരൻ യോഹന്നാനെയും വിളിച്ചു. അവർ ഉടനെ വലകളെയും പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. ഈ ഒരു വാക്യത്തിൽ ശിശുത്വത്തിൻ്റെ സ്വരം അടങ്ങിയിരിക്കുന്നു. യേശുവിൻ്റെ വിളിക്ക് വൈകാതെ വ്യവസ്ഥകളില്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ മറുപടി നൽകിയ വിശുദ്ധനാണ് വിശുദ്ധ യാക്കോബ്. യേശു രൂപാന്തരീകരണത്തിൻ്റെ മഹത്വത്തിലും ജൈറോസിന്റെ മകളെ ഉയർപ്പിച്ച അത്ഭുതത്തിലും ഗെത്സമനിൽ വേദനയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വിശുദ്ധ യാക്കോബിനെ തൻ്റെ ഏറ്റവും അടുത്ത സാക്ഷികളിൽ ഒരാളാക്കി. അതിലൂടെ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെയും കുരിശിൻ്റെയും സാക്ഷിയാകാൻ ദൈവം തൻ്റെ ശിഷ്യനായ വിശുദ്ധ യാക്കോബിനെ ഒരുക്കുകയായിരുന്നു. ഞാൻ കുടിക്കുന്ന പാത്രം നിങ്ങൾക്കും കുടിക്കാൻ കഴിയുമോ എന്ന് അന്ന് അതിൻ്റെ ആഴം പൂർണ്ണമായും മനസ്സിലാക്കാതിരുന്ന വിശുദ്ധ യാക്കോബ് പിന്നീട് തൻ്റെ ജീവിതം കൊണ്ട് അതിന് ഉത്തരം നൽകി. അപ്പോസ്തലന്മാരിൽ ആദ്യ രക്തസാക്ഷിയായി അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി ജീവനും സമർപ്പിച്ചു. യേശുവിനെ അനുഗമിക്കുക എന്ന മഹത്വത്തിൻ്റെ വഴി മാത്രമല്ല, ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കുരിശിൻ്റെയും വഴി എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതവും ഒരു ചോദ്യം നേരിടുകയാണ്. ക്രിസ്തുവിൻ്റെ വിളിക്ക് വിശുദ്ധ യാക്കോബ് ശ്ലീഹായെ പോലെ നാം സന്നദ്ധരായി മറുപടി നൽകുന്നുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ജോലി സ്ഥലങ്ങളിലും വിശ്വാസത്തിൻ്റെ ധീര രക്തസാക്ഷികളായി നാം ജീവിക്കുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും ത്യാഗത്തിനും വേണ്ടി ജീവത്യാഗം സഹിക്കുവാൻ നാം തയ്യാറാണോ? ഈ വിശുദ്ധ ദിവ്യബലിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബങ്ങളുടെയും സഭയുടെയും സമൂഹത്തിൻ്റെയും സമൃദ്ധിയായിരിക്കട്ടെ. രോഗികളെയും വേദന അനുഭവിക്കുന്നവരെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെയും നമ്മുടെ മാതൃരാജ്യത്തെയും നാം ജീവിക്കുന്ന ഈ അമേരിക്കൻ നാടിനെയും ലോക സമാധാനത്തെയും പ്രത്യേകം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ തിരുനാൾ ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികനായ ഫാദർ ബിബിനെയും ഈ ദിവ്യബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം ദൈവജനത്തെയും ലിറ്റിൽ ഫ്ലവർ ഇടവകയെയും ഇന്ത്യൻ കാത്തലിക് കമ്മ്യൂണിറ്റിയെയും പ്രത്യേകിച്ച് പുല്ലുവിള ഇടവക മക്കളെയും ഹൃദ്യമായി ഈ പ്രാർത്ഥനയിൽ ഓർക്കാം. അതോടൊപ്പം
ലിറ്റിൽ ഫ്ലവർ പാരിഷിൻ്റെ പേരിലും പുല്ലുവിള ഇടവക അംഗങ്ങളുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലിയർപ്പണത്തിൽ പൂർണ്ണ വിശ്വസ്തയോടും വിനയത്തോടും ആത്മസമർപ്പണത്തോടും നമുക്ക് പങ്കുചേരാം. ഈ ദിവ്യബലി നമ്മുടെ ജീവിതം നവീകരിക്കുകയും ക്രിസ്തുവിനെ കൂടുതൽ ആഴത്തിൽ അനുഗമിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ബലിയർപ്പണത്തിനായി വരുന്നു ഞങ്ങൾ, സ്നേഹാർപ്പണത്തിനായി വരുന്നു ഞങ്ങൾ. ബലിയർപ്പണത്തിനായി വരുന്നു ഞങ്ങൾ, സ്നേഹാർപ്പണത്തിനായി വരുന്നു ഞങ്ങൾ. പാപം പോക്കും തിരുബലിയിൽ അണിചേരാ പാപികൾ ഞങ്ങൾ അണഞ്ഞിടുന്നു. പാപം പോക്കും തിരുബലിയിൽ അണിചേരാൻ പാപികൾ ഞങ്ങൾ അണഞ്ഞിടുന്നു. ബലിയർപ്പണത്തിനായി വരുന്നു ഞങ്ങൾ, സ്നേഹാർപ്പണത്തിനായി വരുന്നു ഞങ്ങൾ. കുരിശിൽ ബലിയായി ജീവൻ നൽകി രക്ഷ പകർന്നു ദിവ്യനാഥൻ. കുരിശിൻ ബലിയായി ജീവൻ നൽകി രക്ഷ പകർന്നു ദിവ്യനാഥൻ. നാഥാസവിധേ അണയുന്നിവനും നിൻ ബലിയിൽ പങ്കുചേരാ. നാഥാസവിധേ അണയുന്നിവനും നിൻ ബലിയിൽ പങ്കുചേരാ. ബലിയർപ്പണത്തിനായി വരുന്നു ഞങ്ങൾ, സ്നേഹാർപ്പണത്തിനായി വരുന്നു ഞങ്ങൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ തിരുനികനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത്
നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, സന്മനസ്സുള്ളോർക്ക് ശാന്തിയോടെ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വശക്തനാം ദൈവമേ, സാദരമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ. സാദരം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ കേവലം ഭാഗത്തിലും നീടും ഞങ്ങളുടെ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സ്വരൂപപിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു തരേകനാദരം, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ,
വിശുദ്ധ യാക്കോബിൻ്റെ രക്തത്താൽ അങ്ങേ അപ്പസ്തോലന്മാരുടെ ആദ്യ ഫലങ്ങൾ അങ്ങ് പൗത്രീകരിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ അങ്ങേ സഭ ശക്തിപ്പെടാനും അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥ സഹായത്താൽ നിരന്തരം പരിപോഷിപ്പിക്കപ്പെടാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധ ഐക്യത്തിൽ ദൈവമായി എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമനോട് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദൈവം അവനോട് അരുൾ ചെയ്തു, നിനക്ക് എന്തു വേണമെന്ന് പറഞ്ഞുകൊള്ളുക. സോളമൻ പറഞ്ഞു, എൻ്റെ ദൈവമായ കർത്താവേ, ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസിനെ എൻ്റെ പിതാവായ ദാവീദിൻ്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു. അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു മഹാജനത്തിൻ്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്കു കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സോളമൻ്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. അവിടുന്ന് അവനോട് അരുൾ ചെയ്തു, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിനു വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആയിരക്കണക്കിന് പൊൻ വെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം. കർത്താവെ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. ഈ ദാസന് അങ്ങ് നൽകിയ വാഗ്ദാനമനുസരിച്ച് അങ്ങയുടെ കാരുണ്യം എന്നെ ആശ്വസിപ്പിക്കട്ടെ. ഞാൻ ജീവിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. അങ്ങയുടെ നിയമത്തിലാണ് എൻ്റെ ആനന്ദം. കർത്താവെ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയുടെ കൽപ്പനകളെ സ്വർണത്തെയും തങ്കത്തെയുംകാൾ അധികം സ്നേഹിക്കുന്നു. ആകയാൽ അങ്ങയുടെ പ്രമാണങ്ങളാണ് എൻ്റെ പാദങ്ങളെ നയിക്കുന്നത്. കപടമാർഗങ്ങൾ ഞാൻ വെറുക്കുന്നു. കർത്താവെ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ വിസ്മയാവഹമാണ്, ഞാൻ അവ പാലിക്കുന്നു. അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. എളിയവർക്ക് അത് അറിവ് പകരുന്നു. കർത്താവെ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. പ്രിയ സഹോദരരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിനു വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതിമൽക്കരിച്ചു, നീതിമൽക്കരിച്ചവരെ മഹത്വപ്പെടുത്തി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് വാഴ്ത്തപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, സ്വർഗരാജ്യം വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്ന മനുഷ്യൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കുവാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്ത്യത്തിലും ഇതുപോലെയായിരിക്കും. ദൈവദൂതന്മാർ പുറപ്പെട്ടു ചെന്ന് ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും. നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ? അവൻ ചോദിച്ചു. ഉവ്വ്, അവർ പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, അതിനാൽ സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യനാകുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ വിശുദ്ധ ബലിയുടെ നിയോഗം പുല്ലുവിള ഇടവാംഗങ്ങളായ എല്ലാ സഹോദരങ്ങളെയും പ്രത്യേകമായി ഈ തിരുവൾത്താരയിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഷീബ അനിലിനു വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും നമുക്ക് ഇന്ന് വിശുദ്ധ ബലിയിൽ പ്രത്യേകമായി സമർപ്പിക്കാം. ഇന്നത്തെ സുവിശേഷ ഭാഗം ദൈവരാജ്യം വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിക്ക് തുല്യമാണ്. അത് വളരെ ആകസ്മികമായി ഒരാൾ പോയി ഇതൊന്ന് വിഭാവനം ചെയ്യാം. ഒരാൾ ഒരു വലിയ ഒരു നിലത്ത് കിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകസ്മികമായി ഒരു വലിയ നിധി കണ്ടെത്തുന്നു. നമുക്കറിയാം, നിധികളൊക്കെ പണ്ട് ബാങ്കുകളും മറ്റ് പണമിടപാട് സ്ഥാപനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നമുക്കുണ്ടായിരുന്നതെല്ലാം, നമുക്കുള്ള സ്വത്തുക്കളെല്ലാം, സ്വർണ്ണ നാണയങ്ങളോ വെള്ളി നാണയങ്ങളോ ഒക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനുള്ള ഏറ്റവും വലിയ ഉപാധിയായിരുന്നു. ആരും ഒരു കാരണവശാലും ആരും പ്രതീക്ഷിക്കാത്ത ഇടത്ത് കുഴിച്ചിടുക. ചിലരത് വീടിനുള്ളിൽ തന്നെ കുഴിച്ചിട്ടു, മറ്റു ചിലർ വളരെ വിജനമായ സ്ഥലങ്ങളിലൊക്കെ കുഴിച്ചിട്ടു. ഇന്ന് ഈ പറയുന്ന വചനഭാഗം, ഇത് ഒരു മനുഷ്യൻ ഒരു വളരെ അപ്രതീക്ഷിതമായ ഒരിടത്ത് കുഴിച്ചു കഴിയുമ്പോൾ ഈ നിധി കണ്ടെത്തുന്നു. അപ്പോൾ അദ്ദേഹം അത് ആരും കാണാതെ അത് മൂടിയിടുന്നു, പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ഇതെല്ലാം നേടുന്നു, അത് സ്വന്തമാക്കുന്നു. അപ്പോൾ ഈശോ പറയുകയാണ്, സ്വർഗരാജ്യം ഇതുപോലെ തന്നെയാണ്.
നിങ്ങൾ നിധി പോലെ ഇത് ആകസ്മികമായാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യാപാരിയെ പോലെ തേടിച്ചെന്നാണെങ്കിലും നിങ്ങളിത് കണ്ടെത്തിയാൽ അത് നിങ്ങൾക്കത് എന്ത് നഷ്ടം നിങ്ങൾ സഹിച്ചാണെങ്കിലും, കാരണം ഈ നിധി എന്ന് പറഞ്ഞാൽ അത് അമൂല്യമാണ്. അതിൻ്റെ വില നമുക്ക് വിചാരിക്കുന്നതിലും അതീതമായതുകൊണ്ട്, നമുക്കുള്ളതിലും അതീതമായതുകൊണ്ട് നിനക്കുള്ളതെല്ലാം നീ ഇതിനു വേണ്ടി നഷ്ടപ്പെടുത്തിയാലും അതിന് കുഴപ്പമില്ല. അത്രയും വിലയുള്ളതാണ് ഈ ദൈവരാജ്യമെന്നാണ് ഈശോ സുവിശേഷത്തിൽ പറഞ്ഞു വയ്ക്കുക. ഇത് അക്ഷരാർത്ഥത്തിൽ തൻ്റെ ജീവിതത്തിൽ കണ്ടെത്തിയ ആളാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹ. അദ്ദേഹം അവർ 2 സഹോദരങ്ങളായിരുന്നല്ലോ. യോഹന്നാനും യാക്കോബും സഹോദരങ്ങളായിരുന്നു. അവർ വഞ്ചിയിലിരുന്ന് മീൻപിടുത്തത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ കർത്താവ് ഒരുപക്ഷെ അവരൊരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല ഇങ്ങനെ ഒരു വിളി അവർക്ക് കർത്താവിൽ നിന്നുണ്ടാകുമെന്ന്. വളരെ ആകസ്മികമായി അവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് നിങ്ങൾ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്നും വിചാരിക്കാതെ എല്ലാം ഉപേക്ഷിച്ച് ഈ കർത്താവാകുന്ന നിധി, കർത്താവിൻ്റെ വിളിയാകുന്ന ആ നിധി, അതിന് പിന്നാലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് കടന്നുപോയ തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച ഒരു വിശുദ്ധൻ്റെ ഓർമ്മയാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. നമ്മൾ ഏത് ഫീസ്റ്റ് നമ്മൾ ആഘോഷിച്ചാലും, അത് യാക്കോബിൻ്റെ ആണെങ്കിലും തോമാസ് ലീഹായുടെ ആണെങ്കിലും മറ്റോ ഏത് ഫീസ്റ്റ് ആഘോഷിച്ചാലും നമ്മൾ എന്തുകൊണ്ടാണ് ഈ ആഘോഷങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത്? ഏത് ഫീസ്റ്റ് ആഘോഷിക്കുമ്പോഴും നമ്മൾ മിനിമം 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, ഫീസ്റ്റുകളൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത് ഒന്ന് ഓർക്കാനാണ്. നമ്മുടെ ഈ എന്താണ് നമ്മൾ ആചരിക്കുന്നതെന്ന് ഓർക്കാൻ. അതുപോലെ തന്നെ ഓർമ്മിക്കാൻ മാത്രമല്ല, ആഘോഷിക്കാനാണ്. ഉദാഹരണത്തിന് ക്രിസ്മസ് ഈശോ മനുഷ്യനായി പിറന്ന ആ രഹസ്യം, മനുഷ്യാവസാന രഹസ്യം നമ്മൾ ഓർക്കുകയും അത് ആഘോഷിക്കുകയും ചെയ്യും. മൂന്നാമതായിട്ട് നമ്മൾ ഏതൊരു തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോഴും ഇത് നന്ദി പറയാനും കൂടിയാണ്. കാരണം ഇത് വെറുതെ നമ്മളൊരാഘോഷിക്കാൻ വേണ്ടി ആഘോഷിക്കുന്നതല്ല, ഇത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതായതുകൊണ്ട്. ഇന്ന് എന്തുകൊണ്ടാണ് ഈ പുല്ലുവിളയിലുള്ള നിങ്ങളെല്ലാവർക്കും, നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നല്ല പച്ച ഡ്രസ്സൊക്കെ, നല്ല വളരെ മനോഹരമായി ഡ്രസ്സുകളൊക്കെ ധരിച്ച് നല്ല ഓർമ്മകളോടെ ഒത്തിരി പൈസയൊക്കെ മുടക്കി നല്ല പൂക്കളും അലങ്കാരവും ഭക്ഷണവും എല്ലാം ഒരുക്കി നിങ്ങൾ ഇത് ആഘോഷിക്കുന്നതാണ്. ഇതിലൊത്തിരി ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. ഈ ആഘോഷം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട്. യാക്കോബ് ശ്ലീഹായുടെ ഈ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ തൊട്ടറിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഗൗരവത്തോടുകൂടി നിങ്ങൾ ഇവിടെ ആയിരിക്കുകയും ഇത് ആഘോഷിക്കുകയും ചെയ്യാൻ നിങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഈശോയുടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നന്ദിയുള്ളവരായിരിക്കണം. ദൈവം തന്നിരിക്കുന്ന എല്ലാം. ഇന്ന് ഈ നിധിയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം തന്ന ഏറ്റവും വലിയ നിധി എന്താണ്? നമ്മൾ പലപ്പോഴും വിചാരിക്കാത്ത ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി നമ്മുടെ ഈ നാസാരന്തരങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ശ്വാസം. അതാണ് ജീവിതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ഏറ്റവും വലിയ നിധി. അതില്ലെങ്കിൽ ആ നിധി നമ്മുടെ ജീവിതത്തിൽ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് എത്ര ബില്യൺ, സ്റ്റീവ് ജോബ്സ് കടന്നു പോയപ്പോൾ 55,000 കോടി രൂപ, ഈ 55,000 കോടി ഡോളർ ഈ US തന്നെ ഉപേക്ഷിച്ചിട്ടാണ് കടന്നു പോയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര 55,000 കോടികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഈ നാസാരന്ധ്രങ്ങളിൽ കർത്താവ് നിധിയായി തന്നിരിക്കുന്ന ഈ ശ്വാസോച്ഛ്വാസം, ഈ ജീവിതം, ആയുസ്, ഇത് നമുക്കില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊന്നുമില്ല. നമുക്ക് മറ്റു നിധിയായി നമ്മൾ കണക്കാക്കുന്നതൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഞാൻ നാട്ടിൽ അവധിക്ക് പോയിരിക്കുകയായിരുന്നു. എൻ്റെ ചാച്ചന് കിടപ്പായി. എന്നെ ആദ്യം ചെന്നപ്പോൾ തിരിച്ചു പോലും പറഞ്ഞില്ല. ഒത്തിരി ആകാവുന്ന കാലത്ത് കണക്കുകൾ കാൽക്കുലേറ്റർ പോലും ഇല്ലാതിരുന്ന കാലത്ത് കോടികളുടെ കണക്കുകൾ മനസ്സിൽ സൂക്ഷിച്ച് അത്രയും ബുദ്ധിയും കണക്കിൻ്റെ കാര്യത്തിൽ അത്രയും നിഷ്ഠയുമൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. ഇന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ചാച്ചൻ്റെ കിടപ്പ് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. അതുപോലെ തന്നെ ഒത്തിരി എൻ്റെ അവധി ഞാൻ ആഘോഷിക്കാൻ വേണ്ടി പോയതല്ല. ഇങ്ങനെ വയസ്സായിരിക്കുന്നവരും കഷ്ടത അനുഭവിക്കുന്നവരെ കുറേ പേരുടെ കുടുംബങ്ങളിൽ സന്ദർശിക്കാൻ പറ്റി.
നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ വന്ന വഴികൾ ഈശോയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മറക്കരുത്. കർത്താവ് നമ്മളെ നയിച്ച വഴികൾ നമ്മൾ മറക്കരുത്. ഈ പുല്ലുവിളയിൽ നിന്നും അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൽ കൊല്ലത്തോ ചവറയിൽ നിന്നോ ഒക്കെ കർത്താവ് നമ്മളെ കൈപിടിച്ച് നമുക്ക് ഒത്തിരി തന്ന് നമ്മളെ ഇവിടെ നമ്മളെ കൈപിടിച്ച് നടത്തുന്നുണ്ടെങ്കിൽ കർത്താവ് തീർച്ചയായിട്ടും ഇതിനെല്ലാം കണക്ക് ചോദിക്കും. കാരണം നമ്മളെപ്പോലെ തന്നെ ഉള്ളവരല്ലേ സൗത്ത് സുഡാനിലുമൊക്കെ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ പാല് കൊടുക്കാൻ പോലും ശേഷിയില്ലാത്ത അമ്മമാർ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായ അമ്മമാർ, അങ്ങനെയുള്ളവരും ജീവിക്കുന്ന ഒരു ഗ്രഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള ഓർമ്മ വേണം. ഇന്ന് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഓർക്കാം, ദൈവം നമ്മളെ വഴി നടത്തിയ വഴികൾ നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ വിശുദ്ധ യാക്കോബിൻ്റെ മാധ്യസ്ഥത്തിലൂടെ രോഗങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന് ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തിയ നിമിഷങ്ങൾ നമുക്ക് ഓർക്കാം. നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. അതോടൊപ്പം തന്നെ നമ്മളെക്കാൾ ഇപ്പോഴും കഷ്ടപ്പെട്ട്, നിങ്ങളൊക്കെ നാട്ടിലൊക്കെ അവധിക്കൊക്കെ ചെല്ലുമ്പോൾ അല്ലേ, നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. ഞാൻ പാലായി ചെന്നപ്പം ഒത്തിരി വലിയ കെട്ടിടങ്ങൾ, അവിടെ മത്സരിച്ച കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്. അയലോക്കംകാരൻ 3000 സ്ക്വയർ ഫീറ്റ് പെരമണിത് കഴിഞ്ഞാൽ അടുത്തുള്ളയാൾ 4000 സ്ക്വയർ ഫീറ്റ്. എന്നിട്ട് ഞാൻ ചെന്ന പല വീട്ടിലും അമ്മമാർ പറയുകയാണ്, അയ്യോ മണ്ടത്തരമായി ഇത്രയും വലിയ വില ഉണ്ടാക്കിയത്. കാരണം ഇത് മുഴുവൻ അടിച്ചു വാരിയിടാൻ, പിന്നെ ഇത് മുഴുവൻ മെയിൻ്റനൻസ് 3 ലക്ഷം രൂപ ആയി പെയിൻ്റൊക്കെ അടിക്കാൻ. ഈശോയിലെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള വലിയ വിദേശത്തു നിന്നൊക്കെ വരുന്ന സമ്പത്ത് കൊണ്ടൊക്കെ വലിയ കെട്ടിടങ്ങളൊക്കെ, നമുക്ക് നല്ല കെട്ടിടങ്ങൾ ആവശ്യമാണ്. നല്ല ഭവനങ്ങളും നന്നായിട്ട് ജീവിക്കാനും പട്ടിണിയൊന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല ആരുടെയും ജീവിതത്തിൽ, പട്ടിണിയും കഷ്ടപ്പാടും ഒന്നും. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടും അനേകം ഒരു ദിവസത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരും നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇന്ന് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. കർത്താവ് തന്ന ആയുസ് തന്നതിനെ ഓർത്ത്, കുടുംബം തന്നതിനെ ഓർത്ത്, ആരോഗ്യം തന്നതിനെ ഓർത്ത്, ആയുസ് തന്നതിനെ ഓർത്ത്, ഇന്ന് ഈ ദിവസം ഇവിടെ ആയിരിക്കാൻ കർത്താവ് അനുവദിച്ചതിനെ ഓർത്ത്, നമ്മുടെ കുടുംബാംഗങ്ങളെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത്, ഭാവിയെ ഓർത്ത്, വലിയ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ കർത്താവ് വെക്കുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ ഈ തിരുനാളിൻ്റെ എല്ലാ ഭാവങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഈ തിരുനാളിൻ്റെ ആഘോഷങ്ങളിലെല്ലാം ചെറുതും വലുതുമായ സഹായങ്ങൾ ഒക്കെ ചെയ്ത് ഇതിൽ പങ്കാളികളായിട്ട് എല്ലാവരെയും നിങ്ങളുടെ അധ്വാനത്തെ കർത്താവ് സ്വർഗത്തിൽ വിലമതിക്കാതിരിക്കുകയില്ല. തീർച്ചയായും അത് ദൈവസന്നിധി സ്വീകാര്യമായിരിക്കും. നമുക്ക് പ്രത്യേകമായി നമ്മുടെ പ്രിയപ്പെട്ടവരെ, നാട്ടിലൊക്കെ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയും കഷ്ടത അനുഭവിക്കുന്നവരെയും, നമ്മുടെ ഇടയിൽ ഒത്തിരി ആവശ്യങ്ങളൊക്കെയുള്ള അല്ലെങ്കിൽ വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരെല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ യാക്കോബിൻ്റെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ പ്രത്യേകമായ നിയോഗങ്ങൾ നമ്മൾ ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങളും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലി തുടരാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്നും ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ വിരുദ്ധങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും
ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. സഭയ്ക്കും സമൂഹത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേകമായ പ്രാർത്ഥനകൾ നമുക്കിപ്പോൾ വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ മധ്യസ്ഥം വഴി നമുക്ക് ഈശോയുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകം മുഴുവനുമുള്ള വിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടിയും നമ്മുടെ പരിശുദ്ധ പിതാവായ മാർപ്പാപ്പയ്ക്കും മെത്രാന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും സഭയുടെ വിവിധ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ഇന്ന് ഈ ദിവ്യബലിക്ക് നേതൃത്വം നൽകുന്ന വൈദികർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. വിശുദ്ധ യാക്കോബ് ശ്ലീഹായെ പോലെ സുവിശേഷത്തിൻ്റെ സത്യത്തിന് ധീരസാക്ഷികളാകുവാനും ലോകത്തിന് പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും പ്രകാശമായി ജീവിക്കുവാനും പരിശുദ്ധാത്മാവ് അവരെ ശക്തിപ്പെടുത്തട്ടെ. സഭയിൽ ഐക്യവും വിശുദ്ധിയും വളരുവാനും കൂടുതൽ ആത്മാക്കൾ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുവാനും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് വിശുദ്ധ യാക്കോബ് അപ്പോസ്തലന്റെ മാധ്യസ്ഥം വഴി കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സദയം പ്രാർത്ഥന കേൾക്കണമേ. ഇന്ത്യക്കും അമേരിക്കയ്ക്കും ലോക സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജന്മനാടായ ഇന്ത്യക്കും നാം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അമേരിക്കയ്ക്കും വേണ്ടി, അതോടൊപ്പം ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഭരണാധികാരികൾ നീതിയോടും വിവേകത്തോടും കരുണയോടും കൂടി ജനങ്ങളെ നയിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. യുദ്ധങ്ങളും ഭീകരതയും അക്രമവും വിദ്വേഷവും അവസാനിച്ച് സമാധാനവും സാഹോദര്യവും പരസ്പര ബഹുമാനവും ലോകമെങ്ങും വളരുവാൻ കർത്താവ് തൻ്റെ കൃപ വർഷിക്കട്ടെ. അഭയാർത്ഥികൾക്കും ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കും ദൈവം പ്രത്യാശയും സംരക്ഷണവും നൽകട്ടെ എന്ന് വിശുദ്ധ യാക്കോബ് അപ്പോസ്തലന്റെ മാധ്യസ്ഥം വഴി കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സദയം പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെയും മലയാളം കമ്മ്യൂണിറ്റിയിലെയും എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിൽ സ്നേഹവും ഐക്യവും പരസ്പര വിശ്വാസവും ക്ഷമയും വളരുവാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ദൈവം ആശ്വാസവും ശക്തിയും നൽകട്ടെ. ഇന്ന് നമ്മുടെ തിരുനാൾ ആഘോഷത്തിൽ പങ്കുചേരുന്ന എല്ലാ കുടുംബങ്ങളെയും വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ മധ്യസ്ഥയിൽ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന കുടുംബങ്ങളായി വളരുവാൻ ദൈവം അവരെ നയിക്കുകയും ചെയ്യട്ടെ എന്ന് വിശുദ്ധ യാക്കോബ് അപ്പോസ്തലന്റെ മധ്യസ്ഥം വഴി കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സദയം പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ കുട്ടികൾക്കും യുവജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അവർ വിശ്വാസത്തിലും ജ്ഞാനത്തിലും ദൈവസ്നേഹത്തിലും വളരുവാനും ലോകത്തിൻ്റെ തെറ്റായ പ്രലോഭനങ്ങളിൽ നിന്ന് അകന്ന് സത്യത്തിൻ്റെയും നന്മയുടെയും വിശുദ്ധിയുടെയും വഴിയിൽ ഉറച്ചു നിൽക്കുവാനും കർത്താവ് അവരെ നയിക്കട്ടെ. പഠനത്തിലും ജോലിയിലും ജീവിതവലി തിരിച്ചറിയുന്നതിലും പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം അവർക്ക് ലഭിക്കട്ടെ. നമ്മുടെ സഭയുടെയും സമൂഹത്തിൻ്റെയും ഭാവി വാഗ്ദാനങ്ങളായ ഇവർ വിശുദ്ധ യാക്കോബ് ശ്ലീഹായെ പോലെ ധീരമായ ക്രിസ്തു സാക്ഷികളായി വളരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വിശുദ്ധ യാക്കോബ് അപ്പോസ്തലന്റെ മാധ്യസ്ഥം വഴി കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സദയം പ്രാർത്ഥന കേൾക്കണമേ. രോഗികൾക്കും മരണമടഞ്ഞ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ശാരീരികവും മാനസികവും ആത്മീയവുമായ വേദനകളിലൂടെ കടന്നു പോകുന്ന എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ വേദനകളിൽ കർത്താവ് ആശ്വാസവും രോഗശാന്തിയും പ്രത്യാശയും നൽകട്ടെ. ചികിത്സിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും ആരോഗ്യ പ്രവർത്തകരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും ഈ ഇടവകയിലെ എല്ലാ പരേതരെയും പ്രത്യേകിച്ച് വിശ്വാസത്തിൽ നിദ്ര പ്രാപിച്ച എല്ലാ ആത്മാക്കളെയും
തൻ്റെ അനന്തകാരുണ്യത്താൽ സ്വർഗീയ മഹത്വത്തിലേക്ക് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങൾക്ക് ദൈവം തൻ്റെ സമാധാനവും ആശ്വാസവും നൽകട്ടെ എന്ന് വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ്റെ മാധ്യസ്ഥം വഴി കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ജീവിതകാലവുമേന്തി ബലിവേദിയിൽ ബലിയാകുവാനായി വന്നിടുന്നു. ജീവിതകാലവുമേന്തി ബലിവേദിയിൽ ബലിയാകുവാനായി വന്നിടുന്നു. പൂർണ്ണമായി എന്നെ നൽകുമീ വേളയിൽ അടയുന്നു ഞാനിൻ കാഴ്ചയുമായി. ജീവിതകാലവുമേന്തി ബലിവേദിയിൽ ബലിയാകുവാനായി വന്നിടുന്നു. തിരുസന്നിധാനത്തിൽ ജീവിത ക്ലേശങ്ങൾ അർച്ചനാദ്രവ്യമായി നൽകിടുന്നു. തിരുസന്നിധാനത്തിൽ ജീവിത ക്ലേശങ്ങൾ അർച്ചനാദ്രവ്യമായി നൽകിടുന്നു. തിരുസന്നിധാനത്തിൽ ജീവിത ഭാരങ്ങൾ കാണിക്കയായി മുൻപിൽ നൽകിടുന്നു. സ്നേഹനാഥ നിൻ സ്നേഹമാം കൈകളിൽ യോഗ്യമായി തീർക്കണേ ഈ യാഗവും. ജീവിതകാലവുമേന്തി ബലിവേദിയിൽ ബലിയാകുവാനായി വന്നിടുന്നു. അത്യുന്നതങ്ങളിൽ ഉയരുമിയപ്പത്തിൽ കരളിലെ കഥനവും ചേർത്തിടുന്നു. അത്യുന്നതങ്ങളിൽ ഉയരുമിയപ്പത്തിൽ കരളിലെ കഥനവും ചേർത്തിടുന്നു. അത്യുന്നതങ്ങളിൽ
ഉയരുമീ കാസയിൽ കണ്ണീർ കണങ്ങളും നിറച്ചിടുന്നു. സ്നേഹനാഥാ നിൻ സ്നേഹമാ കൈകളിൽ യോഗ്യമായി തീർക്കണേ ഈ യാഗവും. ജീവിതകാലവുമേന്തി ബലിവേദിയിൽ ബലിയാകുവാനായി വന്നിടുന്നു. പൂർണ്ണമായി എന്നെ നൽകുമീ വേളയിൽ അണയുന്നു ഞാൻ കാഴ്ചയുമായി. തിരുസന്നിധാനത്തിൽ വിവിധ ക്ലേശങ്ങൾ അർച്ചനാദ്രവ്യമായി നൽകിടുന്നു. തിരുസന്നിധാനത്തിൽ ജീവിത ക്ലേശങ്ങൾ അർച്ചനാദ്രവ്യമായി നൽകിടുന്നു. തിരുസന്നിധാനത്തിൽ ജീവിത ഭാരങ്ങൾ കാണിക്കയായി മുൻപിൽ നൽകിടുന്നു. സ്നേഹനാഥാ നിൻ സ്നേഹമാ കൈകളിൽ യോഗ്യമായി തീർക്കണേ ഈ യാഗവും. ജീവിതകാലവുമേന്തി ബലിവേദിയിൽ ബലിയാകുവാനായി വന്നിടുന്നു. അത്യുന്നതങ്ങളിൽ ഉയരുമീ അപ്പത്തിൽ കരളിലെ കഥനവും ചേർത്തിടുന്നു. അത്യുന്നതങ്ങളിൽ ഉയരുമീ അപ്പത്തിൽ കരളിലെ കഥനവും ചേർത്തിടുന്നു. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പുത്രന്റെ പീഡാസഹനത്തിന്റെ രക്ഷാകരമായ ജ്ഞാനസ്നാനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അങ്ങനെ അപ്പോസ്തലന്മാരുടെ ഇടയിൽ നിന്ന് ആദ്യമായി അവിടുത്തെ പാനപാത്രത്തിൽ പങ്കുചേരുവാൻ അങ്ങ് തിരുവുള്ളമായ വിശുദ്ധ യാക്കോബിന്റെ തിരുനാളിൽ അങ്ങേക്ക് പ്രീതികരമായ ബലി ഞങ്ങൾ അർപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യ ഇടയനായ ദൈവമേ, അങ്ങേ അജഗണത്തെ അങ്ങ് ഉപേക്ഷിക്കുന്നില്ല. മറിച്ച് ധന്യരായ അപ്പസ്തോലന്മാർ വഴി നിരന്തരം സംരക്ഷണം നൽകി അങ്ങ് കാത്തു പരിപാലിക്കുന്നു. അങ്ങനെ അതേ പാലകന്മാരാൽ നയിക്കപ്പെട്ട്
അങ്ങേ പുത്രന്റെ പ്രതിപുരുഷന്മാരായ ഇടയന്മാരായി നയിക്കുവാൻ അവരെ തന്നെ അജഗണത്തിന് അങ്ങ് നൽകി. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ സ്വർഗീയ സൈന്യത്തിന്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 കർത്താവാം ദൈവം പരിശുദ്ധൻ. നിറഞ്ഞു മഹിയും പിൻബലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ബ്ലൈസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ.
ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും വിശുദ്ധ യാക്കോബ് അപ്പസ്തോലനോടും ഒത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നന്നു വേണ്ടുന്ന ആഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നും നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങയുടെ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളെ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളെ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗ സമ്മാനമേ ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ നോവിൻ യാത്രയിൽ എന്റെ ദിവ്യപാതയമേ ഹൃദയമൊരുക്കീനാഥാണയൂ സർവം അർപ്പിക്കാം എന്നെ അലിയൂ നീക്കണമേ കറകൾ ചൊരിയണമേ കൃപകൾ നീക്കണമേ കരകൾ ചൊരിയണമേ കൃപകൾ ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗ സമ്മാനമേ ദിവ്യകാരുണ്യമേ ദിവ്യമാം ഭോജ്യമേ യോനിൻ യാത്രയിൽ എന്റെ ദിവ്യപാതയമേ കടലോളം സ്നേഹമായി മരുഭൂമാ മാനസേ മലയോളം കൃപയുമായി കൃപ ചേർന്നൻ ജീവനിൽ കടലോളം സ്നേഹമായി മരുഭൂവാം മാനസേ മലയോളം കൃപയുമായി കൃപ ചോർന്നിൻ ജീവനിൽ സ്വർഗം എൻ സ്വന്തം എൻ ഈശോ എൻ സ്വന്തം ഹൃദയം പറുദീസ എൻ ഈശോ എൻ ഭാഗ്യം സ്വർഗം എൻ സ്വന്തം എൻ ഈശോ എൻ സ്വന്തം ഹൃദയം പറുദീസ എൻ ഈശോ എൻ ഭാഗ്യം അനവരതം കൃപ ചൊരിയും ഈശോയ്ക്കാരാധന ദിവ്യമാരുണ്യമേ ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗ സമ്മാനമേ സർവം നീ തന്നപ്പോ നൽകാനുണ്ടേറെ ഞാൻ നിന്നിൽ വളർന്നിടാ അഴിയാനുണ്ടേറെ ഞാൻ സർവം നീ തന്നപ്പോൾ നൽകാനുണ്ടേറെ ഞാൻ നിന്നിൽ വളർന്നിടാൻ അഴിയാനുണ്ടേറെ ഞാൻ സർവം നിന്ദാനം തിരുവിഷ്ടം എന്നിഷ്ടം വചനം എൻ ദീപം നൽ സുഹൃതം എൻ ധർമ്മം സർവം നിന്ദാനം തിരുവിഷ്ടം എന്നിഷ്ടം വചനം എൻ ദീപം നൽ സുഹൃതം എൻ ധർമ്മം അനവരതം കൃപ ചൊരിയും ഈശോയ്ക്കാരാധന ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ
കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗസമ്മാനമേ ദിവ്യകാരുണ്യമേ ദിവ്യമാം ഭോജ്യമേ യോവിനും യാത്രയിൽ എന്റെ ദിവ്യപാതയമേ ഹൃദയമൊരുക്കി ഞാൻ നാഥാണയൂ സർവം അർപ്പിക്കാം എന്നിൽ അലിയൂ നീക്കണമേ കരകൾ ചൊരിയണമേ കൃപകൾ കടവേ കരകൾ ചൊരിയണമേ കൃപകൾ ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗസമ്മാനമേ എന്നെ ശുദ്ധീകരിക്കണമേ യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ യേശുവിൻ തിരുനിണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ യേശുവിൻ തടജലമേ എന്നെ നിത്യം കഴുകണമേ യേശുവിൻ പീഠകളേ എന്നെ സുധീരനാക്കണമേ മതൻ നിറകുടമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ നാഥാനിൻ തിരുമുറിവിൽ എനിക്കഭയം നൽകണമേ മേലിൽ വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ എല്ലാ തിന്മയിൽ നിന്നും എന്നെ പരിരക്ഷിക്കണമേ മരണം വന്നണയുമ്പോ എന്നെ അങ്ങു വിളിക്കണമേ നിൻ തിരുസവിധം പൂകാ എന്നെ കൽപ്പിച്ചരുളണമേ സകല വിശുദ്ധരുവൊന്നാ നിന്നെ സതതം വാഴ്ത്തിടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അപ്പസ്തോലനായ വിശുദ്ധ യാക്കോബിൻ്റെ തിരുനാളിൽ അങ്ങേ ദിവ്യദാനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച ഞങ്ങളെ
അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത്താൽ അങ്ങ് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അപ്പസ്തോലിക അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ നിങ്ങളെ അനുഗ്രഹിച്ച ദൈവം അപ്പസ്തോലനായ വിശുദ്ധ യാക്കോബിൻ്റെ മഹത്വമേറിയ യോഗ്യതകളാൽ കനിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളാലും മാതൃകകളാലും പരിപോഷിതരാകാൻ അനുവദിക്കപ്പെട്ട നിങ്ങളെ അവരുടെ സംരക്ഷണത്താൽ ഏവരുടെയും മുമ്പിൽ സത്യത്തിന് സാക്ഷികളാകുവാൻ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പ്രബോധനം വഴി വിശ്വാസദാർഢ്യം കൈവരിച്ച നിങ്ങളെ അവരുടെ മധ്യസ്ഥത്താൽ നിത്യമായ പിതൃരാജ്യത്തിൻ്റെ ഓഹരി നേടുവാൻ അവിടുന്ന് പ്രാപ്തരാകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ദിവ്യബലി സമാപിച്ചു. സമാധാനത്തിൽ പോകുവിൻ. പുല്ലുവിളതൻ പാതുകാവല വിശുദ്ധനാം യാക്കോബ് ശ്രീഹായി. പുല്ലുവിളതൻ പാതുകാവല വിശുദ്ധനാം യാക്കോബ് ശ്രീഹായി. കാരുണ്യത്തിൻ കാവൽ വിളക്കേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പാതുകാവല വിശുദ്ധനാം യാക്കോബ് ശ്രീഹായി. സഹായക എൻ സൗഖ്യദായക, സഹായക എൻ സൗഖ്യദായക, സൃപതി പുത്ര യാക്കോബേ. യേശുവിൻ രക്തസാക്ഷി ശ്രീഹായേ, ഈ മണ്ണിൻ മക്കളെ കാത്തിടണമേ. കാൽവരിനാഥനെ പുൽകുവാ നിണവഴിയേ നീ നടന്നു.